المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, വേദിയിൽ സന്നിഹിതരായ ചോദ്യമാരെ, കലോറയുടെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആഗതനായതിന്റെ ഉദ്ദേശം അടിച്ചടക്കൂ തന്നെ എന്ന വിഷയത്തിൽ നിങ്ങളുമായി അല്പം സംവദിക്കാനാണ്. അതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, താഴ്കലത്തുമേൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന മതത്തിന്മേൽ മതവിന്യാസം വിളമ്പുന്ന ആധുനികതയുടെ ഉത്തരാവസ്ഥ പൂണ്ട ഈ ജനറേഷൻ കാലത്ത് തന്നെ ഈ വിഷയം വേറെ പ്രശസ്തവും ഉചിതവുമാണെന്ന് നാം മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, നാലാളുകൾ കൂടുമ്പോൾ മാത്രം പള്ളിയുടെ ഉമ്മറപ്പെട്ട് ചവിട്ടുന്ന, ചെയ്യുന്ന സ്വതന്ത്രങ്ങളെല്ലാം ക്യാമറ കണ്ണുകളിൽ പകർത്താൻ മത്സരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ സദാചാരം വിളമ്പി നല്ല നീചനായി പൊള്ളിച്ചമയുന്ന ഒരു വിഭാഗം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അധികരിച്ചു വരികയാണ്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് കേവലം ഒരു കൊതുക് ചിറകിലും നിസ്സാരമായ ദുനിയാവിൽ മായാഹാരങ്ങളാൽ പ്രശസ്തിയും സ്ഥാനമാനവും മനുഷ്യന്റെ സ്വാർത്ഥതയും വല്ലാതെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യൻ കേവലം പഠിച്ച തമ്പുരാന്റെ പടപ്പുകൾ മാത്രമാണ്. അത് നമുക്ക് നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹങ്ങൾ തീരാത്തതും പറഞ്ഞാലൊതുങ്ങാത്തതുമാണ്. ഇതിനെല്ലാം പ്രതിപകാരമായി അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിതം നയിക്കുക എന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ അടിത്തറയാണ് തഖ്വ. തഖ്വയില്ലാത്ത അമലുകൾ തറയില്ലാത്ത കെട്ടിടം പോലെയാണ്. ഇറച്ചിക്കടയിൽ നിന്നും ഇറച്ചിയുമായി വീട്ടിലെത്തിയപ്പോൾ സഞ്ചിയിലുണ്ടായിരുന്ന 2 ഉറുമ്പുകളെ കണ്ട നേരത്തെ പഠിച്ചവനെ, ഞാൻ ഈ ഉറുമ്പുകളെ അനാഥരാക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള ഇറച്ചിക്കടയിലേക്ക് കേവലം 2 ഉറുമ്പുകളെ കൊണ്ടുവിടാൻ തിരിച്ച മുസ്ലിം മനസ്സിലുണ്ടായിരുന്നത് നിസ്വാർത്ഥമായ തഖ്വയായിരുന്നു, നിഷ്കളങ്കമായ വിശ്വാസബോധമായിരുന്നു. ഇതുപോലെ നാം ഏവരും കേട്ടു കണ്ടു വളർന്ന സയ്യിദുനാ ഉസ്താദും ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദുമെല്ലാം അത്യുന്നത കൂട്ട തഖ്വയുടെ പ്രതീകങ്ങളായിരുന്നു. മഹാനായ തങ്ങളുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ശക്തവും ദൃഢവുമായ അദ്ദേഹത്തിന്റെ തഖ്വയും വിശ്വാസബോധവും മൂലം അദ്ദേഹത്തിന്റെ അച്ഛനകളിൽ കുടുംബം അനുഭവിച്ച പല അത്ഭുതങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെ സ്നേഹിക്കുന്ന, ഭയപ്പെടുന്ന അടിമയെ ഉടമയായി തമ്പുരാൻ മറക്കില്ല എന്നതിന്റെ നേർചിത്രമായിട്ടാണ്. ചുരുക്കത്തിൽ, know the God before what you did. നാം ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അത് തെറ്റോ ശരിയോ ആവട്ടെ, നല്ലതോ ചീത്തതോ ആവട്ടെ, ലാഭമോ നഷ്ടമാവട്ടെ, ലോകരീതിയെ സൃഷ്ടിച്ച പഠിച്ച തമ്പുരാന്റെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് എന്ന ഉത്തമ ബോധം നമുക്കുണ്ടെങ്കിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നാം പോലും അറിയാതെ ഒരു അടിത്തറ രൂപപ്പെട്ടിട്ടുണ്ടാവും. അത് സാക്ഷാൽ സൂക്ഷ്മതയുടെ തഖ്വയുടെ പ്രകാശകിരണങ്ങൾ കൊണ്ട് അടിമയുടെ മനസ്സിൽ ഉടമയായ തമ്പുരാൻ ഉണ്ടാകുന്നതാണ്. ഒരിക്കലും തകരാത്ത കെട്ടിടങ്ങൾ അതിനുമേൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നതാണ് ആ അടിത്തറയുടെ പ്രത്യേകത. അവസാനമായി അല്ലാഹുമ്മ ജഅൽനി മുത്തഖീൻ